സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സർക്കാർ തല അന്വേഷണം ഇഴയുന്നു. തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കൂട്ടാക്കുന്നില്ല സർക്കാർ. കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന ഇൻഫർമേഷൻ കേരള മിഷൻ പരിശോധനയും മന്ദഗതിയിലാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡുവിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അന്ന് ഈ വാർത്ത അന്വേഷണം വരുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, ഇത് കണ്ണിൽ പൊടിയിടലാണോ എന്ന്. അതായത് ഇനിയുമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതാരെന്നറിയാനുള്ള കാത്തിരിപ്പാവും. അപ്പം സ്വാഭാവികമായും മുൻപ് തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനോ പുറത്ത് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയും. ശരിക്കും കണ്ണിൽ പൊടിയിടലായിരുന്നു അന്വേഷണവും നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും എന്നുറപ്പാകുന്നു അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ഇൻഫർമേഷൻ മിഷന്റെ അന്വേഷണം വരെ ഇപ്പോൾ മന്ദഗതിയിലാണ് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് ഈ 1854 പേരുടെ ലിസ്റ്റുകൾ പുറത്തു വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി ഉണ്ടാവും, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നൊരു പ്രഖ്യാപനം മാത്രമാണ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഒരു അന്വേഷണമോ ഒരു നടപടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ പുരോഗതിയോ ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റവന്യൂ, തദ്ദേശ വകുപ്പുകൾ, ധനവകുപ്പുകളൊക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ ഒരാഴ്ചയൊക്കെ പിന്നിടുമ്പോൾ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളോ മിണ്ടുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള ഇൻഫർമേഷൻ മിഷൻ അന്ന് നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് 1454 പേര് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തട്ടിക്കുന്നതായിട്ട് കണ്ടെത്തി. തുടർന്ന് CAG റിപ്പോർട്ടിലെ വിവരങ്ങൾ വരുന്നു. CAG റിപ്പോർട്ട് വരുമ്പോൾ ഏതാണ്ട് 9,000 പേര് 2017 മുതൽ ഇത്തരത്തിൽ പെൻഷൻ തട്ടുന്നതായിട്ട് കണ്ടെത്തിയതായിട്ട് സർക്കാരിനെ അറിയിച്ചിരുന്നു. ആ റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം വിജിലൻസ് അന്വേഷണം വരുന്നു. വിജിലൻസ് അന്വേഷണം വന്ന് ഏതാണ്ട് 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയല്ല, 2 ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ വഴിവിട്ട രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ തട്ടിപ്പുകൾ നടത്തിയതെന്ന് കണ്ടെത്തി. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ അർഹതയില്ല, അതായത് 1 ലക്ഷം രൂപയിൽ മുകളിൽ വരുമാനമുള്ള ആഡംബര കാറും ആഡംബര വീടുമൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതശൈലി നയിച്ചു പോകുന്നവരെ ഇത്തരത്തിൽ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നതായിട്ട് കണ്ടെത്തി. പക്ഷെ ഇതൊക്കെ കണ്ടെത്തിയിട്ട് ഈ പണം തിരിച്ചു പിടിക്കാനോ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത്. ഓരോ മാസവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വാങ്ങേണ്ട പെൻഷൻ തുകയാണ് ഇത്തരത്തിൽ അനർഹരായിട്ടുള്ള അല്ലെങ്കിൽ അനർഹരായിട്ടുള്ളവർ ഇത്തരത്തിൽ തട്ടിയെടുത്തത്. ഈ തട്ടിയെടുത്ത തുകയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തിരിമറി തന്നെ പറയും, ഈ സാമ്പത്തിക തിരിമറി നടത്തി അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂട്ടുനിന്നവരും അതോടൊപ്പം ഈ തട്ടിപ്പ് ചെയ്യാൻ മുതിർന്നവരും ഒക്കെ സർക്കാരിനും അതോടൊപ്പം ഇത്തരം സംവിധാനങ്ങൾക്കൊക്കെ എത്രയും പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ എത്രയും പ്രധാനപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഒരു അന്വേഷണവും പ്രഹസനമായിട്ട് തന്നെ മാറും. അപ്പോഴും പാവങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്.